ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരുപാധിക പിന്തുണ യുഡിഎഫിന്. വെൽഫെയർ പാർട്ടി ഇത്തവണ മത്സരിക്കില്ല എന്നും എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ജമാഅത്ത് ഇസ്ലാമി ഉന്നയിച്ചു. മത്സരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ബി.ജെ.പി. സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനാണ്. ഇടതുപക്ഷത്തിന് അതിനുള്ള ശക്തിയില്ലാത്തതിനാൽ എല്ലാ സീറ്റുകളിലും യു.ഡി.എഫിന് നിരുപാധിക പിന്തുണ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് നയം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. കേരളത്തിലെ 3 വർഷത്തെ ഇടതുഭരണം ജനവിരുദ്ധമാണെന്നും സംഘപരിവാറിന്റെ അതേ പോലീസ് നയമാണ് പിണറായി സർക്കാരിനെന്നും വെൽഫെയർ പാർട്ടി കുറ്റപ്പെടുത്തുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു കക്ഷി എന്ന് വളർന്നു വരാനുള്ള ഒരു സാധ്യത ഇന്ന് ഇന്ത്യയിലില്ല. കേരളത്തിൽ നിന്ന് മാത്രമാണ് അവരുടെ പാർട്ടിയുടെ ശക്തി അവിടേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40-ലേറെ മണ്ഡലങ്ങളിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ യോഗ്യത നോക്കി ഇരു മുന്നണികൾക്കും പിന്തുണ നൽകിയിരുന്നു. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നത് സംഘടനാപരമായി ഗുണം ചെയ്യുന്നില്ലെന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നിരുന്നു. ദേശീയപാതാ സമരം, പുതുവൈപ്പ് സമരം, കീഴാറ്റൂർ സമരം, ഗെയിൽ സമരം തുടങ്ങി നിരവധി സംഭവങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി CPM-മായി ഇടഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൂടിയാണ് UDF-ന് നിരുപാധിക പിന്തുണ നൽകാനുള്ള തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്.